അറബിക്കടലിൽ ഇന്ത്യൻ സമുദ്രാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടി. 9 ജീവനക്കാരുമായി എത്തിയ അൽ മദീന എന്ന ബോട്ടാണ് അതിസാഹസികമായ നീക്കത്തിലൂടെ സേന കീഴടക്കിയത്. ജനുവരി 14 രാത്രി വൈകിയായിരുന്നു രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ജവാന്മാരുടെ ഈ നിർണായക നീക്കം. അറബിക്കടലിൽ പതിവ് പെട്രോളിങ്ങിനിറങ്ങിയ കോസ്റ്റ് ഗാർഡ് കപ്പലാണ് സാങ്കല്പിക അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി രേഖയ്ക്കുള്ളിലായി സംശയാസ്പദമായ രീതിയിൽ ഒരു ബോട്ട് കണ്ടെത്തിയത്. സേനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ പിടിക്കപ്പെടാതിരിക്കാൻ ബോട്ട് പാകിസ്ഥാൻ ഭാഗത്തേക്ക് അതിവേഗം ഓടിച്ചു പോകാമെന്ന് കരുതിയവർ. എന്നാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ പിന്തുടർന്ന് ഈ നീക്കം തടയുകയും ബോട്ടിനെ ഇന്ത്യൻ ജലാതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ വളയുകയും ചെയ്തു. പിടിക്കപ്പെട്ട ബോട്ടിൽ ആകെ 9 പാക് പൗരന്മാരാണുള്ളത്. ഗുജറാത്ത് ഡിഫൻസ് PRO വർക്കിംഗ് കമാൻഡർ അഭിഷേക് കുമാർ തിവാരി ഈ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും വിശദമായ പരിശോധനകൾക്കുമായി ബോട്ട് ഇപ്പോൾ പോർബന്ദറിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സമുദ്രാതിർത്തി ലംഘിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നും ബോട്ടിൽ നിയമവിരുദ്ധമായി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നും വിവിധ ഏജൻസികൾ സംയുക്തമായി പരിശോധിച്ചു വരികയാണ്. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ പാക് ബോട്ടുകൾ അതിക്രമിച്ചു കയറുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ ഡിസംബറിൽ 11 ജീവനക്കാരുമായി എത്തിയ മറ്റൊരു പാക് ബോട്ടിനെ കോസ്റ്റ് ഗാർഡ് പിടികൂടിയിരുന്നു. അതിനു മുൻപ് 2023 നവംബറിലും 13 ജീവനക്കാരുമായി എത്തിയ നാസ്രേ കരം എന്ന കപ്പലും ഇന്ത്യൻ ജലാതിർത്തിയിൽ അതിക്രമിച്ചു കയറിയതിന് പിടിയിലായിരുന്നു. മിക്കപ്പോഴും മത്സ്യബന്ധനത്തിന്റെ മറവിലാണ് ഇത്തരം കടന്നുകയറ്റങ്ങൾ ഉണ്ടാകാറുള്ളതെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് ഇത്തരം ഓരോ നീക്കത്തെയും അതീവ ജാഗ്രതയോടെ തന്നെയാണ് ഇന്ത്യ നേരിടുന്നത്. സമീപകാലത്തായി പടിഞ്ഞാറൻ കടൽ തീരത്ത് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ജാഗ്രത ഇരട്ടിയാക്കിയിരിക്കുകയാണ്. സമുദ്രമേഖലയിലെ ലഹരിക്കടത്ത്, ചാരവൃത്തി, അനധികൃത മത്സ്യബന്ധനം എന്നിവ തടയുന്നതിനായി 24 മണിക്കൂറും നിരീക്ഷണം ശക്തമാണ്. ഈ ജാഗ്രതയുടെ തുടർച്ചയാണ് ഇപ്പോൾ അൽ മദീനയും പിടിയിലായിരിക്കുന്നത്. സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുന്നതിലും ഏത് വെല്ലുവിളിയെയും നേരിടുന്നതിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനുള്ള പ്രതിബദ്ധതയാണ് ഈ ഓപ്പറേഷൻ വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്. രാജ്യത്തിന്റെ അതിരുകൾ കാക്കാൻ ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന നമ്മുടെ ജവാന്മാർക്കും ഉദ്യോഗസ്ഥർക്കും അഭിവാദ്യങ്ങൾ. ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.